ഈ സഹകരണ സംഘത്തിൽ നിന്ന് കോടാനുകോടി രൂപ കൊള്ളയടിച്ച് സഹകരണ സംഘം വഴി കോടിക്കണക്കിന് രൂപ വെളുപ്പിച്ച് തെറ്റെല്ലാം നടന്നുവെന്ന ബോധ്യമായിട്ട് ഏറ്റവും ആദ്യം കേന്ദ്ര ഏജൻസി അല്ല അന്വേഷിച്ചത്. ആദ്യം അന്വേഷിച്ചത് കേരള പോലീസാണ്. ആ കേരള പോലീസ് അന്വേഷിച്ചപ്പോ പോലീസ് കണ്ടെത്തി, എന്താ കണ്ടെത്തിയത്? ഒരു പ്യൂണും അവിടുത്തെ ഒരു സെക്രട്ടറിയും അവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സഹോദരിയും CPIയുടെ മറ്റൊരു സഹോദരിയും ഇവരൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തത് എന്ന് ബുദ്ധിമാന്മാരുള്ള കേരള പോലീസിലെ അരിവാള് പോലെ നട്ടല് വളച്ച് പിണറായി വിജയന്റെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന പോലീസുകാർ കണ്ടെത്തി. ഈ സഹോദരിമാരാണ് ഉൾപ്പെടെയുള്ള ഒരു ചെറിയ ടീമാണ് ഈ 128 കോടിയിൽ പരം വരുന്ന തുക അടിച്ചു മാറ്റിയെടുത്തത്. എന്നിട്ടോ അവരെ ജയിലിലേക്ക് അയക്കാൻ ഓർഡർ ഇട്ടു. അപ്പൊ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാഷോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, 128 കോടി രൂപ കട്ടുവെന്ന് നിങ്ങളുടെ പോലീസ് പറഞ്ഞ, അപ്പൊ ലോക്കൽ നേതാക്കന്മാര് അവര് ജയിലിൽ പോയാൽ ഒരു പ്രശ്നവുമില്ല അല്ലേ മാഷെ? ഒരു കുഴപ്പവുമില്ല. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണ് എന്നുള്ള രീതിയിൽ ഈ കളവിനും ഈ വലിയ മാഫിയ സംഘത്തിനും നേതൃത്വം കൊടുത്തവന്മാര് സ്വന്തം ഭാര്യമാരോടൊപ്പം സുന്ദരമായിട്ട് അവരുടെ വീടുകളുടെ മുറിക്കുള്ളിൽ കിടന്നുറങ്ങുമ്പോ ഈ പാവപ്പെട്ട സ്ത്രീകളെ ജയിലിലേക്ക് അയച്ചു. എന്നിട്ടോ അവര് ജയിലിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിലും ഒരു കുഴപ്പവും ഗോവിന്ദൻ മാഷിയുടെ പാർട്ടിക്കില്ല. ഒരു മുദ്രാവാക്യം വിളിയില്ല, ഒരു ഇൻകുലാബ് സിന്ദാബാദ് ഇല്ല. ആരെയും വാഹനത്തിൽ കൊണ്ടിറക്കിയിട്ട് പോലീസ് തെറ്റ് ചെയ്തു എന്ന് പറയാൻ ഒരു മുദ്രാവാക്യം വിളിക്കാൻ ഒരുത്തൻ പോലും ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടായില്ല. എന്താ കാരണം? അത് പ്രാദേശികമായിട്ട് ആ സ്ത്രീകളുടെ തലയിൽ നിങ്ങൾ കെട്ടിവെച്ച് ഇത് അവസാനിക്കുമെന്നാണ് നിങ്ങൾ കരുതിയത്. എന്നാൽ തെറ്റി. എന്താണ്? നിങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വം അഴിമതി കൊണ്ട് അധികാരം നഷ്ടപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്ന് ഈ അഴിമതിയിലൂടെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ പലരും ഭരിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ ഏതാണ്ട് 35 വർഷക്കാലം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിട്ടുണ്ട്. അവിടെ കൊലപാതകങ്ങളുടെ പരമ്പരയുണ്ടായിട്ടുണ്ട്. അവിടെ ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക് ശേഷം മമതാ ബാനർജി അവിടുത്തെ മുഖ്യമന്ത്രിയായി. എന്നാലും ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്തില്ല. എന്താണ്? ബുദ്ധദേവ് ഭട്ടാചാര്യ സ്വർണ്ണക്കടത്തിന് നേതൃത്വം കൊടുത്തുവെന്നോ ഏതെങ്കിലും സഹകരണ സംഘത്തിൽ 300 കോടിയുടെ കൊള്ള നടത്തിയെന്നോ ഈ രാജ്യത്ത് ഒരാൾ പോലും ചർച്ച ചെയ്തില്ല. അവിടെ പറഞ്ഞു വികസനമില്ലാത്ത പശ്ചിമ ബംഗാൾ, വികസനം നടത്താൻ സാധിക്കാത്ത മുഖ്യമന്ത്രി. ഇങ്ങനെയായിരുന്നു ബംഗാളിനെ കുറിച്ച് ചർച്ച ചെയ്തത്. മണിക് സർക്കാർ ത്രിപുരയിൽ 1993 മുതൽ ഏതാണ്ട് ഒരു പതിറ്റാണ്ടിലധികം ആ ഗവൺമെന്റ് ത്രിപുരയെ ഭരിച്ചു. അവിടെ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈകളിലേക്ക് ത്രിപുരയുടെ ഭരണകൂടം കിട്ടി, അധികാരം കിട്ടി. എന്നാൽ ത്രിപുരയിൽ ജനങ്ങൾ ചർച്ച ചെയ്തില്ല. എന്താണ്? സഹകരണ കൊള്ള നടത്തിയിട്ടല്ല മണിക് സർക്കാരിന് ഭരണം നഷ്ടപ്പെട്ടത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിൽ കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്ത് പാവപ്പെട്ടവരുടെ മട്ടിക്കുത്ത് അഴിച്ച് അതിലുള്ള നാണയത്തുട്ടുകൾ എണ്ണിയെടുത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയിട്ടുള്ള ഈ കള്ളന്മാരെ സഹായിക്കാൻ വേണ്ടി ഒരാൾ കണ്ണൂരിൽ നിന്ന് തൃശൂരിലേക്ക് വന്നു. ആ വന്ന ആളുടെ പേരാണ് ശ്രീമാൻ സുരേഷ്. ഞാൻ പറയണ്ടല്ലോ, ആ വന്ന ആളാണ് സതീശൻ. കോലഴിയില് സതീശന്റെ പരിപാടി എന്തായിരുന്നുവെന്ന് മാധ്യമ പ്രവർത്തകന്മാരെ അന്വേഷിക്കണം. വൈകുന്നേരമായി കഴിഞ്ഞാൽ കോലഴിയിലെ വാടകയ്ക്കെടുത്ത ഒരു വീട്ടിൽ പ്രമുഖരായിട്ടുള്ള പോലീസ് ഏമാന്മാരും ചേർന്ന് മുച്ചിട്ട് കളിക്കും. പിന്നെയോ ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ പലതും ചെയ്തു കൊടുക്കും പോലീസ് അധികാരികൾക്ക്. അങ്ങനെ പോലീസിനെ നിഴലിൽ നിർത്തിക്കൊണ്ടായിരുന്നു കരുവന്നൂരിലെ തട്ടിപ്പ് കേസിന് നേതൃത്വം കൊടുത്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവല്ലാത്ത
ഈ സഹകരണ സംഘവുമായി അഭേദ്യമായി ബന്ധമുള്ള ഈ സതീശൻ ആരാണ്? ഈ സതീശൻ നമ്പ്യാര് കണ്ണൂർക്കാരനാണ്. ഇത് എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ കണ്ണൂർക്കാരനായിട്ടുള്ള സതീശൻ നമ്പ്യാര് ഇവിടേക്ക് വന്ന് ഇവിടത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുമായി സഹകരിച്ച് വർഷങ്ങളോളം പ്രവർത്തിച്ച് അഴിമതി നടത്തി, കോടികൾ കളവ് നടത്തി, അവിടെ കള്ളപ്പണം വലിപ്പിച്ച് അങ്ങനെ സതീശൻ ഇപ്പോ ജയിലിനകത്ത് കഴിയുകയാണ് അല്ലെ? സതീശൻ ജയിലിനകത്ത് കഴിയുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ നടക്കാൻ പോയ, കാര്യമായിട്ടൊന്നും വിദ്യാഭ്യാസമില്ലാത്ത, ഒരു പേപ്പർ കയ്യിൽ കിട്ടിയാൽ കറക്റ്റായിട്ട് അത് വായിക്കാൻ പോലും അറിയാത്ത, അത് തെറ്റല്ല, എത്രയോ ആളുകൾ വിവേകമുള്ളവരും അറിവുള്ളവരും വായിക്കാൻ അറിയാത്തവരും അറിയുന്നവരും ഒക്കെ കേരളത്തിലുണ്ട്. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ കാര്യമായി കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ അറിയാത്ത സതീശന്റെ കൂട്ടുകാരൻ അരവിന്ദാക്ഷൻ കുറെ നാൾ ജയിലിനകത്ത് കിടന്നു. അരവിന്ദാക്ഷൻ എവിടെ നിന്നാലും ജയിക്കും. എങ്ങനെ ജയിക്കും? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാർക്ക് ഒരു പ്രത്യേക മമതയാണ് അരവിന്ദാക്ഷനോട്, ഒരു പ്രത്യേക സ്നേഹമാണ്. ചെരുപ്പ് കടയില് 300 രൂപ ശമ്പളത്തിൽ കണ്ണൂർക്കാരൻ സതീശൻ നമ്പ്യാര് ഇവിടെ വന്ന് ജോലി ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? പിന്നെ എങ്ങനെയാണ് മുതലാളിയായത്? അങ്ങനെ സതീശൻ നമ്പ്യാരെ മുതലാളിയാക്കിയതിന്റെ പിറകിൽ പ്രവർത്തിച്ച മാർക്സിസ്റ്റ് പാർട്ടിയിലെ, ഞാൻ ഇത് പലവട്ടം പറഞ്ഞു, മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഉണ്ണാനും ഒടുക്കാനുമില്ലാതെ പൊതുപ്രവർത്തന രംഗത്തേക്ക് എന്നെ പോലെയൊക്കെ കടന്നു വന്ന, കഷ്ടപ്പെട്ട് പൊതുപ്രവർത്തനം നടത്തിയെന്ന് അഭിമാനത്തോടുകൂടി വിളിച്ചു പറഞ്ഞ് തെക്കിൻകര പഞ്ചായത്തിലെ ജനങ്ങളെ കബളിപ്പിച്ച് മന്ത്രി കസേരയിൽ വന്നപ്പോ കോടിക്കണക്കിന് രൂപ പാവപ്പെട്ടവന്റെ അന്നം മുടക്കിക്കൊണ്ട് കട്ടെടുത്ത ഈ AC മൊയ്തീൻ ഉൾപ്പെടെയുള്ളവരുടെ സന്തത സഹചാരികളായിരുന്നു ഈ സതീശനും അതുപോലെ തന്നെ സതീശന്റെ കൂട്ടുകാരനായിട്ടുള്ള അരവിന്ദാക്ഷനും. അവര് മാത്രമാണോ പ്രതികൾ? അവരെ മാത്രം പ്രതിപ്പട്ടികയിലിട്ട് കാര്യം അവസാനിപ്പിക്കാമെന്നാണ് മുൻ മന്ത്രി മൊയ്തീനും. പിന്നെ നാണമുണ്ടോ? ചേലക്കരയിലെ ശ്രീമാൻ രാധാകൃഷ്ണൻ എങ്ങനെ ഇങ്ങനെ അധപ്പതിച്ചു പോയി അറിയില്ല. രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യനെ രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾക്ക് ചെറിയ ഒരളവിൽ വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസം എങ്ങനെയാണെന്ന് അറിയുമോ? ഞാൻ ഇന്ന് രാവിലെ ഒരു മാസികയില് മുൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ശ്രീമാൻ സുധാകരൻ, മുൻ മന്ത്രി, റോഡിന്റെ മന്ത്രിയായിരുന്നു, ആലപ്പുഴക്കാരനാണ്, സുധാകരൻ സാർ എഴുതിയ ഒരു കവിത, അത് ഇന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ കവിതയിൽ പറഞ്ഞതുപോലെ എങ്ങനെ ഈ മുൻ മന്ത്രി രാധാകൃഷ്ണനൊക്കെ എത്തി എന്ന് എനിക്കറിയില്ല. ആ കവിത ഇങ്ങനെയാണ്. എന്താണ്? എനിക്ക് കവിത ചൊല്ലാനൊന്നും അറിയില്ല, പക്ഷേ ആ വാക്കുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. സുധാകരൻ സാർ പറയുകയാണ്, എന്താണ്? ഇന്നും യുവത നശിക്കാതിരിക്കുവാൻ ഇല്ലയാ ഗർജനം, എന്നാൽ ഉണ്ടാ മഹാൻ നമ്മോടൊപ്പം തലസ്ഥാന മന്ദിരം തന്നിൽ. നാം ഭാഗ്യമുള്ളോർ തൊട്ടടുത്തായി ജനസഭ, നീണ്ട നാൾ സത്യ നിയമനിർമ്മാണം കരളുറപ്പോടെ പോരാടിയ ജനസഭ, അതിങ്കലിൽ മുഖ്യനായി വാണകാലം. ഒരു മുഖ്യമന്ത്രി ആ ജനസഭയ്ക്കകത്ത് സത്യസന്ധനായി നീണാൾ വാണകാലത്തെ കുറിച്ചാണ് മുൻ മന്ത്രി സുധാകരൻ എഴുതുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വീണ്ടും വരാനായി കൊതിച്ചു നാമെങ്കിലും തുടർ ഭരണം, അച്യുതാനന്ദൻ ഒരിക്കൽ കൂടി സിംഹാസനം കിട്ടാൻ. നമ്മുടെ മുൻ മന്ത്രി പറയുകയാണ്, വീണ്ടും വരാനായി കൊതിച്ചു നാമെങ്കിലും യൂദാസുകൾ തീർത്ത പത്മവ്യൂഹം മുന്നിലായി കാണുവാൻ മുമ്പേ അറിയാതെ നഷ്ടമായി ഏറെ പടക്കളങ്ങൾ. അദ്ദേഹം പറയുകയാണ്, യൂദാസുകളാണ് ചുറ്റുമെന്നറിയാതെ, അവർ പടക്കളം തീർക്കുന്നുവെന്നറിയാതെ, പത്മവ്യൂഹത്തിൽ അഭിമന്യുവിനെ അകപ്പെടുത്തിയതുപോലെ ആ മുൻ മുഖ്യമന്ത്രിയെ പടക്കളത്തിനകത്ത് അഭിമന്യുവാക്കി മാറ്റിയത് അറിയാതെയായി പോയി. അദ്ദേഹം പറയുകയാണ്, 3 പടക്കളം കൂടി ജയിച്ചെങ്കിൽ വാഴും ജനസഭാ മന്ദിരത്തിൽ തേര് തെളിക്കുന്ന നാഥനായി എന്ന് മുൻ മന്ത്രി ശ്രീമാൻ സുധാകരൻ അവരുടെ തന്നെ പാർട്ടിയിലെ ഒരു നല്ല നേതാവിനെ കുറിച്ച് എഴുതിയിട്ട് അദ്ദേഹം പറയുന്നു, പത്മവ്യൂഹം ഉണ്ടാക്കിയ, പത്മവ്യൂഹം സൃഷ്ടിച്ചവർ കേരളത്തിന്റെ മണ്ണിലുണ്ട്. ആർക്കെതിരെ?
അദ്ദേഹത്തിന്റെ നേതാവിനെതിരെ പത്മവ്യൂഹം സൃഷ്ടിച്ചവർ ഈ നാട്ടിലുണ്ട് എന്ന് അദ്ദേഹം കവിതയിലൂടെ എഴുതിയിരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, അഭിമന്യുവിനെ പോലെ ചക്രവ്യൂഹത്തിനകത്താക്കി പോയി അദ്ദേഹത്തിന്റെ മുൻ നേതാവിനെ എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ശരിയാണത്. അങ്ങനെ ഒരു ചക്രവ്യൂഹം, അഴിമതിയുടെ വലിയ അഴിമതിയുടെ ചക്രവ്യൂഹത്തിനകത്ത് കേരളത്തിലെ നല്ലവരായ സഖാക്കന്മാരെ ഇന്ന് ചക്രവ്യൂഹത്തിനകത്ത് ലക്ഷക്കണക്കിന് വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരെ ആ ചക്രവ്യൂഹത്തിനകത്ത് കേരളത്തിന്റെ അഭിനവ തമ്പുരാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പത്മവ്യൂഹത്തിനകത്ത് അടച്ചിരിക്കുകയാണ്. കുറച്ചു വെള്ളിക്കാശിന്, അല്ലെ, 30 വെള്ളിക്കാശിന് യേശുദേവനെ ഒറ്റിക്കൊടുത്ത യൂദാസിനെ ഓർമ്മിച്ചുകൊണ്ട് ശ്രീമാൻ സുധാകരൻ എഴുതിയ കവിതയിലെ വരികൾ പോലെ, പ്രിയപ്പെട്ടവരെ, വെള്ളിക്കാശിന് ജനങ്ങളുടെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്ത് അവനെ കൊല ചെയ്ത് കുരിശിൽ കിടന്ന യേശുദേവനെ പോലെ ഒരു തെറ്റും ചെയ്യാതെ കരുവന്നൂരിലെ പാവപ്പെട്ടവർ, മാധ്യമ സുഹൃത്തുക്കൾക്ക് ഓർമ്മയുണ്ടാകും, കരുവന്നൂരിലെ പാവപ്പെട്ടവൻ ജീവിക്കാൻ നിർവാഹമില്ലാതെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ സഹകരണ സംഘത്തിൽ കൊണ്ടുപോയിട്ട് പണം തിരിച്ചെടുക്കാൻ ചെന്നപ്പോ അങ്ങ് മാറി നിൽക്കണം തള്ളേ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച ഒരമ്മയെ ഞാനും നിങ്ങളും മറന്നിട്ടില്ല. പാവങ്ങളുടെ പണമെടുത്ത് കൊയ്തെടുത്ത് സുഖിച്ച് അതിൽ മതോന്മത്തരായിട്ട് നടക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ ഗതികെട്ട യൂദാസുമാർക്ക് കാവൽപ്പണി ചെയ്യണോ ഈ മാർക്സിസ്റ്റ് പാർട്ടിയിലെ നല്ലവരായിട്ടുള്ള സഖാക്കന്മാർ എന്നുകൂടി ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ കടന്നു വരണം. നമുക്ക് ഈ ചക്രവ്യൂഹത്തെ ഭേദിക്കണം. നമുക്ക് ഈ ചക്രവ്യൂഹത്തെ ഭേദിക്കണമെന്ന് പറയുമ്പോ ഞങ്ങളുടെ അമ്മാമന്റെ മകനല്ല ED എന്ന് നേരത്തെയും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നെന്താ നടക്കുന്നത്? ഇന്ന് നടക്കുന്നത് അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ അഴിമതിയുടെ പേരിൽ ആദ്യമായിട്ട് തോറ്റത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ പേര് രാജീവ് ഗാന്ധി. ബോഫോഴ്സ് അഴിമതി. രാജീവ് ഗാന്ധിയുടെ തോൽവി ഉണ്ടായി. അത് കഴിഞ്ഞപ്പോ നമ്മൾ കണ്ടു മൻമോഹൻ സിംഗ് 2 തവണ അധികാരത്തിൽ വന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു. 2 തവണ അധികാരത്തിൽ വന്നപ്പോ ഒരു തവണ പിണറായി വിജയന്റെ കൂട്ടുകാർ പുറമേ നിന്ന് പിന്താങ്ങി. 2ാമത്തെ തവണ അദ്ദേഹം തന്നെ UPA ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. 2 തവണ ഭരണകൂടത്തെ നയിച്ചപ്പോ ആകാശത്തിൽ അഴിമതി, ഭൂമിയിൽ അഴിമതി, പിന്നെ തുറന്ന അഴിമതി, പിന്നെ മുകളിൽ അഴിമതി, 2G സ്പെക്ട്രം ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും കൽക്കരി കുംഭകോണം ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടത്തിക്കൊണ്ട് UPA ഗവൺമെന്റ് മുന്നോട്ട് പോയപ്പോ അഴിമതിയുടെ പേരിൽ ഒരു പ്രധാനമന്ത്രിക്ക് ഈ രാജ്യത്ത് മാറി നിൽക്കേണ്ടി വന്നത് 5 കൊല്ലമല്ല. ശ്രീമാൻ നരേന്ദ്രമോദി 5 വർഷം ഭരിച്ചു, വീണ്ടും 5 വർഷം ഭരിച്ചു, വീണ്ടും 5 വർഷത്തേക്ക് ഇപ്പൊ അധികാര കേന്ദ്രത്തിലേക്ക് അദ്ദേഹം വന്നു. ഞാൻ സൂചിപ്പിച്ചത് അഴിമതി ചെയ്ത തെറ്റിന്റെ പേരിൽ ഇന്ത്യൻ ജനാധിപത്യം 10 വർഷക്കാലം 2 തവണ ഒരുപോലെ അധികാരം കയ്യിൽ വെച്ചുകൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ 56 സീറ്റിലേക്ക് ഒതുക്കി ചാട്ടവാറ് കൊണ്ട് അടിച്ചിട്ടാണ് ഇന്ത്യൻ ജനാധിപത്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പുറത്താക്കിയതെങ്കിൽ പിണറായി വിജയന്റെ പാർട്ടിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കേന്ദ്രത്തിന്റെ അന്വേഷണ ഏജൻസി വന്ന് പണം കെട്ട കള്ളന്മാരെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലടക്കാൻ അനുവദിക്കാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നല്ലവരായ നേതാക്കന്മാര് പരിശ്രമിക്കേണ്ടത്. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, നിങ്ങളുടെ ഭാര്യയ്ക്ക് സാരി വാങ്ങിയിട്ടില്ലല്ലോ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഈ പാവപ്പെട്ടവന്റെ കട്ടുമുടിച്ച പണമെടുത്തിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ പൊന്നുതമ്പരാൻ പിണറായി വിജയന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് നാണം കെടുന്നത് എന്ന് ഈ തൃശ്ശൂർപേരൂരിലെയും കേരളത്തിലെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ചിന്തിച്ചില്ലെങ്കിൽ മൻമോഹൻ സിംഗ് ഗവൺമെന്റിനെ, കോൺഗ്രസ് ഗവൺമെന്റിനെ ജനാധിപത്യത്തിന്റെ ചൂലുകൊണ്ടടിച്ചു പുറത്താക്കിയതുപോലെ ഇവിടത്തെ പശ്ചിമ ബംഗാളിൽ വികസനമില്ലാത്ത ഗവൺമെന്റിനെ അധികാരത്തിന്റെ പുറംപോക്കിലേക്ക് മാറ്റിയതുപോലെ ത്രിപുരയിലെ ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് മാറ്റിയതുപോലെ ഈ അഴിമതി നടത്തിയിട്ടുള്ള പിണറായി വിജയൻ ഗവൺമെന്റ് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ
നാളെ അനിഷ്പ്രയുടെ പരസ്യം പോലെ കണ്ടുപിടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കേരളത്തിൽ ഈ പാർട്ടിയെ മാറ്റേണ്ട സാഹചര്യമാണ് നിങ്ങളുടെ നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ ഈ അവസരത്തെ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 77 മുതൽ 34 പക്ഷം പശ്ചിമ ബംഗാളിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച 93 മുതൽ ഏതാണ്ട് 2018 വരെ ത്രിപുരയിൽ. എന്നാൽ അതിനുശേഷം നമുക്ക് കാണാൻ സാധിച്ചത് വിവിധങ്ങളായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അത് ത്രിപുരയിൽ അധികാരത്തിൽ വന്നു. ആ സർക്കാർ നല്ല റോഡുകൾ ഉണ്ടാക്കി, നല്ല പാലങ്ങൾ ഉണ്ടാക്കി. അവർ അവിടെ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നുള്ള രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചെയ്യാൻ സാധിക്കാത്തത് ദേശീയ തലത്തിലെ നരേന്ദ്രമോദി ഗവൺമെന്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, വികസനമില്ലെങ്കിലും ബുദ്ധദേവ് ഭട്ടാചാര്യ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടില്ല. അഴിമതിയുടെ ഇത്രയും കരാളഹസ്തത്തിൽ ബുദ്ധദേവ് ഭട്ടാചാര്യയെ പോലെയുള്ള നേതാക്കന്മാർ ഇറങ്ങിച്ചെന്നില്ല. അതെല്ലാം യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കെ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സർക്കാർ ഇവിടെ ജയിലിൽ കിടന്ന സതീശനും ജയിലിൽ കിടന്ന അരവിന്ദാക്ഷനും ജയിലിൽ കിടന്ന CPI-യുടെ ലീഡറും CPIM-ന്റെ ലീഡറും അവരൊക്കെ അങ്ങനെ അവസാനിച്ചിരുന്നുവെങ്കിൽ ഇന്ന് വാഹനത്തിൽ കയറ്റി ആളുകളെ കൊണ്ടുവരാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ നേതൃത്വം തയ്യാറാകില്ലായിരുന്നു. മന്ത്രി രാധാകൃഷ്ണനെ കുറിച്ച്, മുൻ മന്ത്രി ഇപ്പോഴത്തെ MP രാധാകൃഷ്ണനെ കുറിച്ച് ഒറ്റക്കാര്യം സൂചിപ്പിക്കാനുണ്ട്. എന്താണ്? ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്ന് കൗതുകം. കണ്ണൂരിലെ തമ്പുരാന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. മൊയ്തീൻ അകത്താവുന്നതോടൊപ്പം മുൻ മന്ത്രി രാധാകൃഷ്ണനും അകത്തായാൽ, നാളെ ഒരു ഭരണ തുടർച്ചയുണ്ടായാൽ മുഖ്യമന്ത്രിയുടെ കസേര കേരളത്തിലെ ജനങ്ങളും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ജനങ്ങളും രാധാകൃഷ്ണന് കൊടുക്കണമെന്ന് പറയാതിരിക്കാൻ ഒരു പത്മവ്യൂഹം ഉണ്ടാക്കി, ചക്രവ്യൂഹം ഉണ്ടാക്കി അഭിമന്യുവിനെ സൃഷ്ടിച്ചുവെങ്കിൽ ഇനി നിങ്ങൾ കേന്ദ്ര ഏജൻസിയെ അപവാദം പറഞ്ഞിട്ടോ ആക്ഷേപിച്ചിട്ടോ ഒരു കാര്യവുമില്ല. എന്താണ്? ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം നാറും. ഇത് മുൻ മന്ത്രി രാധാകൃഷ്ണൻ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ എന്തുകൊണ്ട് കരിമന്നൂരിലെ സഹകരണ സംഘത്തിൽ ഇത്രയും അഴിമതി നടന്നുവെന്ന് അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ സങ്കടം പറഞ്ഞിട്ടും എന്തുകൊണ്ട് നിങ്ങൾ അന്വേഷണത്തിന് ഉത്തരവിട്ടില്ല? നിങ്ങൾ എന്തുകൊണ്ട് ഒരു പാർട്ടി കമ്മിറ്റിയുടെ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ഈ സഹകരണ സംഘ തട്ടിപ്പിന് ഞാൻ തയ്യാറല്ല എന്ന് പറയാൻ എന്റെ രാധാകൃഷ്ണൻ ചേലക്കരക്കാരൻ തയ്യാറായില്ല? നിങ്ങൾക്കറിയില്ലേ ബിഷപ്പിന്റെ വിളി? ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ നിങ്ങൾ തൂമ്പായി എടുത്ത പാടത്ത് കളക്കാൻ പോയതും അതുപോലെ തന്നെ കവിങ്ങിൻ തോട്ടത്തിന് തടമെടുക്കാൻ പോയതും നിങ്ങൾ മറന്നുപോയോ? അങ്ങനെ വളർന്നു വന്ന് കടന്നു വന്ന് നിങ്ങൾക്കൊരവസരം കിട്ടി. നിങ്ങൾ ഇത്രയും വലിയ സ്ഥാനമാനങ്ങളിൽ ഇരുന്നപ്പോ നിങ്ങൾ കരിവന്നൂരിലെ പാവങ്ങളെ മറന്നു, അവിടുത്തെ സാധാരണക്കാരനെ മറന്നു. നിങ്ങൾ സഖാവ് വിളിച്ച മുദ്രാവാക്യം നിങ്ങൾ മറന്നു. കാരണം നിങ്ങളും അവരുടെ കൂട്ടത്തിൽ അതപ്പതിച്ചുപോയി. അതിന് ED-യുടെ മെക്കിട്ട് കയറിയിട്ട് വല്ല കാര്യവുമുണ്ടോ? കേന്ദ്ര ഏജൻസി, ഞാൻ പറയട്ടെ, ഇവിടെ പോലീസ് അധികാരികൾ ഒരുപക്ഷെ എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടാകും. എല്ലാ പോലീസുകാരും കുഴപ്പക്കാരാണോ? അല്ല. തിരുവാഭരണ കേസ് തെളിയിച്ച പോലീസ്, മന്ത്രി ഗുരുദാസന്റെ വീട്ടില് ഒരു വള്ളിച്ചെരുപ്പിന്റെ പിൻബലത്തിൽ കള്ളനെ പിടിച്ച പോലീസ്, ഗുരുവായൂർ തിരുവാഭരണ കേസ് തെളിയിച്ച പോലീസ് എന്തിനേറെ പറയുന്നു? വേണ്ടി വന്നാൽ നിനച്ചാൽ ഞാൻ പുലിയെ പിടിക്കും, ஆனால் നിനക്ക മാട്ടെ എന്ന് പറയുന്ന ഒരു പോലീസ് സംവിധാനമാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. നിനച്ചാൽ പുലിയെ പിടിക്കും, എന്നാൽ മുൻ DGP സെൻകുമാറിനെ പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊപ്പിയും തെറുപ്പിക്കും, ലോ ആൻഡ് ഓർഡറും കൊടുക്കില്ല, പിക്കാസ് ഉണ്ടാക്കുന്ന കൈക്കോട്ട് ഉണ്ടാക്കുന്ന സ്ഥാപനത്തിന് ജോലിയും കൊടുക്കും. എത്ര വലിയ അധികാരിയായിട്ടും കാര്യമില്ല, റാങ്ക് കിട്ടിയിട്ട് IPS-കാരൻ ഉന്നത സ്ഥാനീയനായിട്ടും കാര്യമില്ല. തീരുമാനം പിണറായി വിജയൻ എടുക്കും. ആ തീരുമാനം സംസ്ഥാന സെക്രട്ടറി പറയും. സംസ്ഥാന സെക്രട്ടറി കിടുകിട വിറയ്ക്കും. ഗോവിന്ദമാഷ് പിണറായി വിജയനെ കണ്ട എന്താ കാര്യം? പിണറായി വിജയൻ പറഞ്ഞു, വിളിച്ചു പറഞ്ഞിട്ടുണ്ട്,
ഇപ്പൊ പഴയ പോലെയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗങ്ങളിൽ ചർച്ച ചെയ്യുന്നതൊക്കെ ചെറുങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഗോവിന്ദ മാഷോട് പറഞ്ഞിട്ടുള്ളത്, അടങ്ങി ഒതുങ്ങി കൂടെ ഇരുന്നില്ലെങ്കിൽ ഭാര്യ ആന്തൂരിലെ സാജൻ എന്ന് പറയുന്ന വ്യവസായി തൂങ്ങി മരിച്ചു. എന്താണ്? ഗോവിന്ദ മാഷയുടെ ഭാര്യയുടെ ഗുണവേദിയാനം കൊണ്ടാണ്. ഗോവിന്ദ മാഷയുടെ ഭാര്യയുടെ മുന്നില് ആ പാവം ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു കല്യാണ മണ്ഡപം പണിയാൻ അദ്ദേഹത്തിന്റെ പണം കൊണ്ടുണ്ടാക്കിയ കെട്ടിടം ഒന്ന് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി യാചകനെ പോലെ നിന്നിട്ടും ക്രൂരമായ സമീപനം സ്വീകരിച്ച ആന്തൂരിലെ നമ്മുടെ ഗോവിന്ദ മാഷയുടെ ഭാര്യ ശ്യാമളയുടെ ചെയ്തികൾ ഓർമ്മപ്പെടുത്തുകയാണ് പിണറായി വിജയൻ. ഗോവിന്ദ മാഷിന് പിന്നെ ഉറക്കം വരുമോ? ഭാര്യ ജയിലിൽ പോയാൽ സുഖമുണ്ടാവില്ല. ഞാൻ നേരത്തെ അതാണ് പറഞ്ഞത്. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണ് ചില ആളുകൾക്ക്. എന്നാൽ അമ്മയെ പൂജിക്കുന്ന, അമ്മയെ സ്നേഹിക്കുന്ന, എന്റെ അമ്മയെ പോലെയാണ് അടുത്ത അമ്മയുമെന്ന് തീരുമാനിക്കുന്നവർക്ക് ഈ സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന എന്താണെന്നറിയുമോ? നിങ്ങളുടെ ഈ അഴിമതിയിലൂടെ 180 കോടി രൂപയാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. 180 കോടി രൂപയുടെ അഴിമതി കണ്ടെത്തിയപ്പോ നിങ്ങളുടെ പാർട്ടി പല ഓഫീസുകൾക്കും AKGയുടെ പേരിട്ടിട്ടുണ്ട്. AKG ആരാണ്? കൃഷ്ണപിള്ളയും AKGയും EMS-ഉം നായനാരും അച്യുതാനന്ദനും ഒക്കെ ഒരു പരിധിവരെ കേരളത്തിലെ ജനങ്ങളിൽ ചിലരെങ്കിലും ഹൃദയത്തിൽ സൂക്ഷിച്ച ആളുകളാണ്. ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇഷ്ടമുള്ള നേതാക്കന്മാർ അതിനകത്തുണ്ടായിരുന്നു. ആ AKGയുടെ പേരുള്ള കെട്ടിടങ്ങളുണ്ടല്ലോ, AKGയുടെ പേരുള്ള കെട്ടിടങ്ങൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഇന്നും സ്നേഹം വെച്ചു പുലർത്തുന്ന സഖാക്കന്മാർ കേരളത്തിലുണ്ടെങ്കിൽ അത് ഇടിച്ചും നിരപ്പാക്കി കളയണം. അതാണ് നിങ്ങൾ ആവശ്യപ്പെടേണ്ടത്. ആ കെട്ടിടങ്ങൾ AKGയുടെ പേരിൽ നിലനിൽക്കാൻ പാടില്ല. AKG എന്ന് പറയുന്ന മനുഷ്യൻ അഴിമതിക്കെതിരെ പോരാട്ടം നടത്തിയ മനുഷ്യനാണ്. അഴിമതിക്കെതിരെ പോരാട്ടം നടത്തി പാവപ്പെട്ടവന് വേണ്ടി പട്ടിണി ജാഥ നയിച്ച നേതാക്കന്മാരുടെ പേരിൽ ഇന്ന് കെട്ടിപ്പൊക്കിയിട്ടുള്ള മന്ദിരങ്ങളുണ്ടല്ലോ, അത് ഇടിച്ചും നിരപ്പാക്കി കളയാൻ ആണുങ്ങൾ ഈ പാർട്ടിക്കകത്തെ ജില്ലാ സെക്രട്ടറിമാർ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ആവശ്യപ്പെടണം. എന്നിട്ട് പേര് മാറ്റിയിട്ട് പിണറായി വിജയൻ എന്ന് എഴുതി വെക്കണം. എല്ലാ AKG സെന്ററുകളുടെ മുന്നിലും നിങ്ങൾ പുതിയ കെട്ടിടം പണിഞ്ഞ് അവിടെ പിണറായി വിജയൻ എന്ന് എഴുതി വെക്കണം. അങ്ങനെ എഴുതി വെക്കുമ്പോ ബാലേട്ടൻ, പാലക്കാട്ടുകാരൻ AK ബാലൻ ഒരു സമ്മേളനത്തിൽ നിന്ന് ചങ്കുപൊട്ടി കണ്ണു നിറഞ്ഞ് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് AK ബാലൻ കേരളത്തിലെ ജനങ്ങളോടൊരു കാര്യം പറഞ്ഞു. പിണറായി വിജയനെ സഹായിച്ചുകൊണ്ടാണ് പറഞ്ഞത്. എന്താ പറഞ്ഞതെന്നറിയുമോ? 3.5 കോടിയല്ലേ ബസ്സിന് ചെലവായിട്ടുള്ളൂ, ആ ബസ് നമുക്ക് മ്യൂസിയത്തിൽ സൂക്ഷിക്കാം എന്നാണ് പറഞ്ഞത്. പിണറായി വിജയൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ജനക്ഷേമം ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു യാത്ര നടത്തുകയും ആ ബസിന്റെ സ്റ്റെപ്പിൽ നിന്നൊന്ന് ഇറങ്ങി ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ പുറത്തൊന്ന് തൊട്ട് അവനെ തലോടി നിന്റെ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാമെന്ന് പറയാനോ, പെൻഷൻ കിട്ടാത്തവരുടെ പുറത്തൊന്ന് തൊട്ട് തലോടിയിട്ട് പെൻഷൻ ഉടൻ ഉണ്ടാക്കി തരാമെന്ന് പറയാനോ തയ്യാറാകാത്ത ബസ്സിനെ കുറിച്ച് മുൻ മന്ത്രി AK ബാലൻ പറഞ്ഞത് ഇത് നമുക്ക് മ്യൂസിയത്തിൽ വെക്കാം എന്നാണ്. ഞാൻ എന്റെ സഹപ്രവർത്തകന്മാരോടും ജനാധിപത്യ വിശ്വാസികളോടും എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ പ്രവർത്തനവും പ്രവൃത്തിയും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നിതാന്തമായിട്ടുള്ള സ്വപ്നവും അതിവിടത്തെ ജനപക്ഷത്തു നിന്നുകൊണ്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി, ചേരികളിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി സേവകനെ പോലെ ശോഭാ സുരേന്ദ്രനാണെങ്കിൽ, ശ്രീമാൻ നാഗേഷ് ആണെങ്കിൽ ജോലിക്കാരനെ പോലെ, ജോലിക്കാരിയെ പോലെ ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ മഴയിലും ഇവിടെ വന്നിരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി വന്നിരുന്നത് അവരുടെ നേതാക്കന്മാരെ AKG സെന്ററിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അയ്യോ അച്ഛാ പോവല്ലേ, അയ്യോ അച്ഛാ പോവല്ലേ എന്ന് പറഞ്ഞാലോ. ജയരാജന് നെഞ്ചുവേദന വന്ന്, കൈയില്ലാത്ത ജയരാജനുണ്ടല്ലോ, നെഞ്ചുവേദന വന്ന് അമൃത ഹോസ്പിറ്റലിൽ ഒളിച്ചിരുന്നു CBI വന്നപ്പോ. അങ്ങനെ ഇരുന്നാലോ അവസാനിക്കുന്ന കേസല്ല കരുവന്നൂരിലെ കേസ്. ഉപ്പുത്തുന്നവന്മാർ വെള്ളം കുടിക്കും, അകത്തു പോകേണ്ടവർ പോകും. കാരണം എന്താണെന്നറിയുമോ? ചിദംബരത്തിനേക്കാളും വലിയ കൊമ്പൊന്നും AC മൊയ്തീനില്ല. ഉണ്ടോ? ഒരു ദിവസം രാത്രി ഉണ്ടുറങ്ങി നേരം വെളുത്തപ്പോ കോൺഗ്രസിലെ അപ്പോസ്റ്റലൻ എന്ന് വിളിക്കുന്ന ചിദംബരത്തിനെ അകത്താക്കിയിട്ടുള്ള ദേശീയ ഏജൻസിക്ക്
നിങ്ങൾ അങ്ങനെ കൊച്ചിൻ ഹനീഫയുടെ ഒരു സിനിമയില് ഒരു കത്തി കയ്യിലുണ്ടാവും, പിന്നെ മുണ്ടിങ്ങനെ മടക്കി കുത്തിയിട്ട് പിന്നിന് ഗുണ്ടകളുണ്ടോ എന്നൊന്ന് തിരിഞ്ഞു നോക്കും. അങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ഞാനാണ് മോഹൻലാലിന്റെ ആള് എന്ന് പറഞ്ഞ് കീരിക്കാടൻ ജോസിന്റെ ടീമിനെ ഭയപ്പെടുത്താൻ നടക്കുന്നത് പോലെ പിണറായി വിജയൻ ഇന്ദ്രന്റെയും പിന്നെ ചന്ദ്രികയുടെയും ഒക്കെ കഥ പലതും പറയും. അവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ, അവർക്ക് വേണ്ടി ജയ് വിളിക്കാൻ മൊയ്തീനും ശ്രീമാൻ രാധാകൃഷ്ണനും ശ്രീ വർഗീസിനും മാർക്സിസ്റ്റ് പാർട്ടി തന്നെ പ്രതിയാണ്. മാർക്സിസ്റ്റ് പാർട്ടി 63ാം പ്രതിയാണ് പ്രിയപ്പെട്ടവരെ. ഈ കേസിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൈകളിലേക്ക് പ്രസ്ഥാനത്തിന് കോടാനുകോടി രൂപ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ ചിഹ്നത്തിന് മത്സരിക്കാൻ പറ്റുമോ? അന്വേഷണം മുന്നോട്ട് പോയാൽ അന്വേഷണത്തിന്റെ സുതാര്യതയെ കുറിച്ചല്ല നിങ്ങൾ ചർച്ച ചെയ്യുന്നത്. കോൺഗ്രസിന്റെ സ്വഭാവം എന്താണ്? വി.ഡി. സതീശൻ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലാജി, നിങ്ങളുടെയൊക്കെ പരിപാടി എന്താ? നിങ്ങൾ ഡൽഹിയില് അരവിന്ദ് കെജ്രിവാളിനെ പിടിക്കണം, ദേശീയ ഏജൻസി അരവിന്ദ് കെജ്രിവാളിനെ പൂട്ടണം എന്നല്ലേ പറഞ്ഞത്? അവസാനം അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ചതിന്റെ പിറ്റേ ദിവസം മുതൽ നിങ്ങൾ പറഞ്ഞു അരവിന്ദ് കെജ്രിവാളിനെ നരേന്ദ്രമോദി അകത്താക്കി. എന്നിട്ടോ ഇത് ജനാധിപത്യ വിരുദ്ധമാണ്, ഇത് ഫാസിസമാണ്, ഇത് സ്വേച്ഛാധിപത്യമാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. അതുപോലെ കേരളത്തിലും പറയും. മുഖ്യമന്ത്രി പിണറായി വിജയനെ ചോദ്യം ചെയ്യുമ്പോ ഈ കേസിൽ, ഈ പ്രത്യേക കേസിൽ, കരുവന്നൂർ കേസിൽ മന്ത്രി രാധാകൃഷ്ണനെയും ചോദ്യം ചെയ്യുമ്പോ മുൻ മന്ത്രി രാധാകൃഷ്ണനെ ചോദ്യം ചെയ്ത് അങ്ങനെ കൊണ്ടുപോകുമ്പോ ചുമന്ന പർവ്വതാനി വിരിച്ച് സ്വീകരിക്കാനോ കോൺഗ്രസ് നരേന്ദ്രമോദി സ്വേച്ഛാധിപതിയാണ് എന്ന് പറയാനൊന്നും നിൽക്കണ്ട. ഈ ഏജൻസി എന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ടുള്ള ഏജൻസിയാണ്. ആര് തെറ്റ് ചെയ്താലും അന്വേഷിച്ച് കണ്ടെത്തിയാൽ പിടിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസ് അധികാരികളിൽ കള്ളന്മാരുണ്ട്, പെൺവാണിഭത്തിന് കൂട്ടുനിൽക്കുന്നവരുണ്ട്. പോലീസ് അധികാരികളിൽ ദേശീയ സുരക്ഷാ ഏജൻസി കണ്ടെത്തിയ രാജ്യദ്രോഹികളുണ്ട് എന്ന് കരുതി എല്ലാ പോലീസുകാരും രാജ്യദ്രോഹമാണോ ചെയ്തത്? എല്ലാ പോലീസുകാരും സ്ത്രീയെ സ്വന്തം അമ്മയായി, സഹോദരിയായി, മകളായി കാണുന്ന എത്രയോ പോലീസ് അധികാരികൾ കേരള പോലീസിലുണ്ട്. ഏതോ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അവൻ ഇഡിയുടെ പേരില് ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി അവൻ ജയിലിൽ പോയി എന്നുള്ളത് കൊണ്ട് ദേശീയ ഏജൻസി എല്ലാവരും കള്ളന്മാരാണ് എന്ന് മുദ്രാവാക്യം വിളിച്ചാലോ പ്രസംഗം നടത്തിയാലോ ദേശീയ ഏജൻസിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതാരുടെയും ആളുകളല്ല, ഇത് സ്വതന്ത്രമായിട്ടുള്ള ഒരു ഏജൻസിയാണ്. അവർ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകട്ടെ, അവർ കള്ളന്മാരെ പിടിക്കട്ടെ. എന്നാൽ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഗ്രാമാന്തരങ്ങളിൽ ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി നിങ്ങളുടെ കഥ പറയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് പറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. രാധാകൃഷ്ണൻ സാറിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, എന്നാൽ അത് അടുത്ത മീറ്റിംഗിൽ പറയാം എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോ കടക്കുന്നില്ല. കാരണം ബിജുവിന്റെ ചില മൊഴികളൊക്കെ ഉണ്ട്. അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ ചെന്നിരുന്ന ചില ആളുകള് മുട്ടുവറയ്ക്കുമ്പോ പിന്നെ പറയില്ലേ, അമ്മയും കുഞ്ഞും കൂടി പോവുക. ഒരു തീക്കാറ്റ് വന്നു, അമ്മ കുറെ കുഞ്ഞിനെ മാറത്തടക്കി പിടിക്കാൻ ശ്രമിക്കും. എന്നാൽ തീക്കാറ്റായി വരുമ്പോ കയ്യിലേക്ക് പൊള്ളലേറ്റപ്പോ കുട്ടി താഴെ പോകുമെന്ന് പറഞ്ഞതുപോലെ ചില ആളുകളെയൊക്കെ ഇഡി ചോദ്യം ചെയ്തപ്പോ കൃത്യമായിട്ടുള്ള ചില രേഖകളൊക്കെ കിട്ടിയതിനെ കുറിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്തതിനെ കുറിച്ചുമൊക്കെ ഞങ്ങൾക്കും ചില വിവരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ ഞാൻ ഇപ്പോൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമേ ഈ സമയത്ത് അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നുള്ളൂ. നോക്കൂ, ഇവിടെ പോലീസ് കുറ്റകൃത്യം കണ്ടെത്തി, അവരന്വേഷിച്ചു, പിന്നീട് അവര് ക്രൈംബ്രാഞ്ചിന് വിട്ടു. അത് കഴിഞ്ഞപ്പോ അതിനകത്ത് തന്നെ അവര് കണ്ടുപിടിച്ചു ലോക്കൽ കമ്മിറ്റി തെറ്റ് ചെയ്തു, ജില്ലാ കമ്മിറ്റി തെറ്റ് ചെയ്തു. അവർക്ക് വേറെയും മനസ്സിലായി സംസ്ഥാന തലത്തു നിന്ന് വലിയ വലിയ ആളുകൾ ഇവരുമായിട്ട് സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. 10 കോടി രൂപ നിങ്ങൾ ആലോചിച്ച് നോക്കൂ.
10 കോടി രൂപ ലോൺ ചോദിച്ച് ചെന്നാൽ കോലയിൽ പോയി ഈവനിംഗ് ക്ലാസ്സിൽ ശ്രീമാനല്ല കള്ളൻ സതീശന്റെ ക്ലാസ്സിൽ പങ്കെടുത്താൽ 10 കോടി രൂപ ആർക്കും ലോൺ കൊടുക്കും. ഈ ലോൺ കൊടുക്കുമ്പോ ജില്ലാ സെക്രട്ടറിയോട് ചോദിക്കും, എന്താണ് മിനിറ്റ്സ് ബുക്ക് ജില്ലാ സെക്രട്ടറിയുടെ അടുത്തിരുന്നു കൊണ്ടാണ് ഒപ്പുവെക്കാറ്. അപ്പൊ ജില്ലാ സെക്രട്ടറി എന്താ പോളനാണ്. ജില്ലാ സെക്രട്ടറി ശ്രീമാൻ രാധാകൃഷ്ണനും മുൻ മന്ത്രി മൊയ്തീനും നിങ്ങൾ ജില്ലാ സെക്രട്ടറിയുടെ കസേരയിൽ ഇരിക്കുമ്പോ 10 കോടി രൂപ സഹകരണ സംഘത്തിൽ നിന്ന് ലോൺ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ? എങ്ങനെ കൊടുത്തു? ആർക്ക് കൊടുത്തു? എന്താ നിങ്ങൾ കണക്ക് നോക്കാതിരുന്നത്? ഒരു പാവപ്പെട്ടവൻ 5 സെന്റ് 3 സെന്റ് കൂരയിൽ കിടക്കുന്ന എത്രയോ മനുഷ്യർക്ക് സഹകരണ സംഘത്തിലൂടെ നിങ്ങൾ ലോൺ കൊടുത്തിട്ട് ആ ലോൺ തിരിച്ചടയ്ക്കാതെ വരുമ്പോ ദേശാഭിമാനി പത്രത്തിൽ തന്നെ പത്രപരസ്യം കൊടുക്കും. പത്രത്തിലെ പരസ്യം കൊടുക്കുന്നതിനും ഈ പാവം കടബാധിതന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങും. അങ്ങനെ പത്രപരസ്യം കൊടുത്തിട്ട് അവരുടെ സ്ഥലം ലേലം വിളിച്ചു വിൽക്കുന്ന നിരവധി സഹകരണ സംഘങ്ങളുള്ള ഈ കേരളത്തിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നല്ല ഒരു സഹായം ആർക്ക് കിട്ടി? UDFന്റെ ഭാഗത്ത് നിന്ന് ഈ ലോൺ കൊടുത്തവന്മാർക്ക് കിട്ടി. എന്താ കാര്യം മലപ്പുറം ജില്ലയിലെ മുൻ മന്ത്രി UDFകാരനായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള AR നഗറിൽ ഒരു വലിയ സർവീസ് സഹകരണ സൊസൈറ്റി ഉണ്ട്. ആ സർവീസ് സഹകരണ സൊസൈറ്റിക്കെതിരെ ചില സഖാക്കന്മാരൊക്കെ പരാതിയുമായിട്ട് രംഗത്ത് വന്നു. ആ പരാതിയുമായിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞപ്പോ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ, ലീഗിനെതിരെ, ഇതിന്റെ ബോർഡ് ഭരണസമിതിക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ ചില ആളുകൾ സമീപിച്ചു. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു, അത്രേ കരുവന്നൂർ ഇങ്ങനെ കിടക്കുമ്പോ AR നഗറിൽ പോയി പിടിക്കണോ? അപ്പൊ എന്താണ്? UDFന്റെ കയ്യിലുള്ള സഹകരണ സംഘങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കയ്യിലുള്ള സഹകരണ സംഘങ്ങളും അവിടെ 1000 കോടിയും 300 കോടിയും നിങ്ങൾ പരസ്പര സഹായ സഹകരണ മുന്നണികളായി വർത്തിച്ചുകൊണ്ട് നിങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ കട്ടുപിടിച്ചതിന്റെ നിരവധിയായ തെളിവുകൾ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. കരുവന്നൂരിലെ നിക്ഷേപകർക്ക് കൊടുക്കാനായിട്ട് സഹകരണ മന്ത്രി വാസവൻ സാറ് ഇപ്പോ നെട്ടോട്ടമോടുകത്രേ. എന്തിനാണ്? എന്നാ പിന്നെ വീണയോട് ചോദിച്ചാ പോരെ. പിണറായി വിജയന്റെ മകള് വീണയ്ക്ക് നോക്കുകൂലി കിട്ടുന്നുണ്ട്. കരിമണൽ കർത്തയുടെ മണലൊന്ന് നോക്കിയാൽ മതി. എക്സാലോജി കമ്പനിക്ക് നല്ല നോക്കുകൂലിയാണ്, കോടിക്കണക്കിന് രൂപ. ഒരു പണിയും എടുക്കണ്ട, ഒന്ന് നോക്കി അവിടെ സർക്കിട്ട് അടിച്ച് തിരിച്ചു വരുമ്പോ വീണയുടെ അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപ കിട്ടും. എന്നാ പിന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ നിന്ന് ഒരു വിഹിതം വാങ്ങാൻ വാസവൻ തീരുമാനിച്ചത് റദ്ദ് ചെയ്യണ്ടേ? അങ്ങനെ ഒരു വിഹിതം വാങ്ങിയിട്ട് ഈ കരുവന്നൂരിലെ സഹകരണ സംഘത്തിലെ പാവങ്ങൾക്ക് കൊടുക്കാമെന്ന് പറയുമ്പോ എന്ത് ന്യായമാണുള്ളത് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതിന് പകരം പ്രതിപക്ഷം കൈയഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ലീഗിന്റെ നേതൃത്വത്തിലുമുള്ള ചില സഹകരണ സംഘങ്ങളിലെ കള്ളപ്പണം വെളുപ്പിക്കലുകൾ ഭാവിയിൽ പുറത്തു വരുമെന്നുള്ളത് കൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങലുള്ളത്. എന്നാൽ ഇന്ന് രാവിലെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പറഞ്ഞ എന്താണ്? നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നമ്മുടെ കുൽസിതമായ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് കുറ്റപത്രം ഇപ്പോ സമർപ്പിച്ചിട്ടുള്ളത് എന്നാണ് മാഷ് പറഞ്ഞത്. മാഷ് ഉഗാണ്ടയിലാണോ ജീവിക്കുന്നത്? ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പൊ വരും, അപ്പൊ നിങ്ങളെ പിടിക്കാൻ പറ്റില്ല. പിന്നെയോ അടുത്ത നിയമസഭ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരും, അപ്പൊ പിടിക്കാൻ പറ്റുമോ? അതുമില്ല. തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. എന്നാ പിന്നെ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ എല്ലാ തെരഞ്ഞെടുപ്പും ഒന്ന് ഒരുമിപ്പിക്കാൻ പറ്റുമോ? പണച്ചെലവ് കുറയ്ക്കാൻ വേണ്ടി എല്ലാ തെരഞ്ഞെടുപ്പും ഒന്ന് ഒരുമിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ആദ്യം എണീറ്റ് നിന്നിട്ട് 2 കൈയും പൊക്കി മുദ്രാവാക്യം വിളിച്ച് ഗോവിന്ദ മാഷയുടെ പാർട്ടി പറയും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ വേണ്ട. പിന്നെ എപ്പോഴാ മാഷെ അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോകാൻ പറ്റുമോ? നിങ്ങളുടെ കൂടെയുള്ള കള്ളന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ട് സമയമനുസരിച്ചല്ലേ കേന്ദ്ര ഏജൻസിക്ക് വരാൻ പറ്റൂ. അത് ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, ഞങ്ങളുടെ കുൽസിത ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവ് ചെന്ന് സെല്യൂട്ട് അടിച്ചാൽ തിരിച്ച് സെല്യൂട്ട് അടിക്കുന്ന ആളുകളല്ല ദേശീയ അന്വേഷണ ഏജൻസിയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ. എന്താണ് കാരണം? കോൺഗ്രസ് അല്ല രാജ്യം ഭരിക്കുന്നത്.
കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഭരണകൂടത്തിൽ മൻമോഹൻ സിംഗ് ഭരിച്ചപ്പോ ഏത് പേപ്പറിൽ ഒപ്പിടണം, എങ്ങോട്ട് തിരിയണം, എങ്ങോട്ട് പോകണം, ആരെയെല്ലാം കൂട്ടിലടക്കണമെന്ന് സോണിയ മാഡം പറഞ്ഞതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമല്ല ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിൽ. ശ്രീമാൻ നരേന്ദ്രമോദി പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ 4 അണ കളവ് ചെയ്യാനും പോകുന്നില്ല, കളവ് നടത്തിയവനെ വെച്ച് പൊറുപ്പിക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഹോം മിനിസ്റ്റർ അമിത്ഷാജിയും ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുമ്പോ ആവശ്യമായ സമയത്ത് ആളുകൾ വരും. എത്ര വലിയ വീട് വെച്ചിട്ടും കാര്യമില്ല. പണ്ട് പറഞ്ഞതുപോലെ എങ്ങനെയായാലും കാലൻ വരും എന്ന് പറഞ്ഞപ്പോ യമദേവൻ വരാതിരിക്കാൻ വേണ്ടി വലിയ കൊട്ടാരം കെട്ടാൻ തീരുമാനിച്ച രാജാവിനെ പോലെ എവിടെ കൊട്ടാരം കെട്ടിയിട്ടും രക്ഷപ്പെടാൻ സാധ്യമല്ല. ദേശീയ ഏജൻസി വരും, അവരന്വേഷിക്കും, അവര് തെറ്റ് ചെയ്തവരെ പിടിക്കും. അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആർക്കാണ്? ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തെ നയിക്കുന്ന ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർക്കാണ്. എങ്കിൽ അതിന്റെ പേരിൽ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചിട്ടോ ആക്ഷേപം നടത്തിയിട്ടോ ഒരു കാര്യവുമില്ല. കരുവന്നൂരിലെ ഈ പാവപ്പെട്ട ശ്രീമാൻ സുരേഷിനെ പോലെയുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഏത് പോലീസിന്റെ ലാത്തിയടി ഏറ്റുവാങ്ങാനും തൃശൂർ പേരൂരിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാരുണ്ടാകുമെന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിനെ തുടർന്ന് ഞങ്ങൾ നിരവധി വട്ടം ഡൽഹിയിൽ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ആവശ്യമായ പേപ്പറുകളും അറിവുകളും ഞങ്ങൾ പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ, അത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ MLA ആകാനോ MP ആകാനോ മന്ത്രിയാകാനോ വേണ്ടിയിട്ടല്ല, പാവപ്പെട്ടവന്മാരുടെ കണ്ണീര് കേരളത്തിൽ ഇനി ഒഴുകരുത് എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഈ സഹകരണ സംഘ കൊള്ളക്കെതിരെ ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. പുൽപ്പള്ളിയില് കാരണം കാര്യങ്ങൾ പറയുമ്പോ കറക്റ്റ് ആയിരിക്കും. ഇത് നമ്മള് പ്രസംഗത്തിനിടയിൽ ഒരു ബാങ്കിന്റെ പേര്, ഒരു സൊസൈറ്റിയുടെ പേര് തെറ്റിപ്പോയാൽ അത് തെറ്റല്ലേ? അതുകൊണ്ടാണ് വായിച്ചു നോക്കുന്നത്. വയനാട്ടിലെ DCC പ്രസിഡന്റ് മിസ്റ്റർ ബാലകൃഷ്ണനെതിരെ അതേ സഹകരണ സംഘത്തിലെ സെക്രട്ടറി ശിവദാസൻ രംഗത്ത് വന്നിട്ടുണ്ട്. പരാതി കൊടുക്കേണ്ട ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. പുൽപ്പള്ളിയിൽ വയനാട്ടിൽ തന്നെ മറ്റൊരു കോൺഗ്രസ് നേതാവ് അബ്രഹാം അറസ്റ്റിലായി. അന്വേഷണം ED നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൃശൂരിലെ കോൺഗ്രസ് ഭരിക്കുന്ന തുമ്പൂർ ബാങ്ക് EDയുടെ നിരീക്ഷണത്തിലാണ്. 16 സഹകരണ ബാങ്കിലും സഹകരണ സൊസൈറ്റിയിലും EDയുടെ നിരീക്ഷണമുണ്ട്. LDFും UDFും ഭരിക്കുന്ന 16 സഹകരണ സംഘങ്ങളിൽ EDയുടെ ഉദ്യോഗസ്ഥന്മാരെ പരിശോധിക്കുകയും അന്വേഷണം നടത്തുകയും കുറ്റപത്രം തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട്. കരുവന്നൂരിലെ ആദ്യ പരാതിക്കാരൻ അല്ലെ, കരുവന്നൂരിൽ ഇതിനെതിരെ നെഞ്ചു വിരിച്ചു നിന്ന വ്യക്തി, കരുവന്നൂരിലെ കാര്യങ്ങൾ പുറം ലോകത്തോട് പറയുമെന്ന് പറഞ്ഞ മനുഷ്യൻ, ആ മനുഷ്യൻ ഉൾപ്പെടെ ഈ പ്രതികരണത്തിലും പോരാട്ടത്തിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് UDFിലെ രണ്ടാം കക്ഷിയായിട്ടുള്ള പിണറായി വിജയൻ, നരേന്ദ്രമോദി വിഴിഞ്ഞത്ത് വന്നപ്പോ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? ട്രാൻസ്ലേഷൻ നടന്നില്ല. അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ പ്രധാന പില്ലറാണ് മിസ്റ്റർ പിണറായി വിജയൻ. ആ പ്രധാന തൂണായിട്ടുള്ള പിണറായി വിജയനും ശശി തരൂരും ഒക്കെ ആ വേദിയിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മോദിജി പറഞ്ഞു, ഇന്ന് രാത്രി പല ആളുകളും ഉറങ്ങില്ല മിസ്റ്റർ പിണറായി വിജയൻ എന്ന് അവിടെ നരേന്ദ്രമോദി പറയുകയുണ്ടായി. അപ്പോ അത് ട്രാൻസ്ലേഷൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും മോദിയുടെ ലക്ഷ്യം ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ്? കള്ളന്മാരെ പിടിക്കുക, ജയിലിലടക്കുക. ജോർജ് സോറസ് വന്നാലും ഹിഡൻബർഗ് വന്നാലും അമേരിക്ക വന്നാലും പേപ്പർ കൊടുത്ത് വായിക്കും നരേന്ദ്രമോദിജി. പേപ്പർ നോക്കി വായിച്ചിട്ട് ഇത് കർഷക ദ്രോഹമാണോ, ഇത് രാജ്യത്തെ ജനങ്ങൾക്കെതിരാണോ, ഇത് രാജ്യത്തെ അമ്മമാർക്കെതിരാണോ, വിദ്യാർത്ഥികൾക്കെതിരാണോ, ഇവിടുത്തെ സാംസ്കാരിക മേഖലയ്ക്കെതിരാണോ, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെതിരാണോ, ഇത് സ്റ്റാൻഡപ്പ് ഇന്ത്യക്കും സ്റ്റാർട്ടപ്പ് ഇന്ത്യക്കും മേക്ക് ഇൻ ഇന്ത്യക്കും എതിരാണോ? എതിരാണെങ്കിൽ
ട്രംപ് വന്നാലും നരേന്ദ്രമോദി പറയും സോറി ഫോർ മീ, എന്നോട് ക്ഷമിക്കണം എന്ന് പറയാനുള്ള തന്റേടമുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് മുന്നോട്ട് പോകുമ്പോ UDF-ഉം LDF-ഉം കേരളത്തിലെ ബാങ്കുകൾ നിങ്ങൾ പരസ്പരം അങ്ങനെ തീവട്ടി കൊള്ള നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോ നിങ്ങൾക്ക് ഏറ്റവും നല്ലത്, എല്ലാ പാർട്ടിയിലും കുറച്ച് നല്ല നേതാക്കന്മാരുണ്ട്, തർക്കമില്ല. കോൺഗ്രസിനെ ഞങ്ങൾ അടച്ചാക്ഷേപിക്കുന്നില്ല, മാർക്സിസ്റ്റ് പാർട്ടിയെ ഞങ്ങൾ അടച്ചാക്ഷേപിക്കുന്നില്ല. പക്ഷേ നന്മയുള്ള മനുഷ്യർ ഈ തെറ്റിനെതിരെ രംഗത്ത് വരികയും തെറ്റ് ചെയ്തവരെ പിടിച്ചുകൊണ്ടുപോകാൻ സാഹചര്യമൊരുക്കുന്ന രീതിയിൽ സമൂഹം തയ്യാറായി നിൽക്കുമ്പോ അവരെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് തയ്യാറാകരുത് എന്നുള്ള ഒരു സൂചന നൽകി എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ശരി, ഇപ്പോ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബഹുമാനപ്പെട്ട കോർട്ട് ഓഫീസറുടെ ചില റിപ്പോർട്ടുകൾ നമ്മുടെ കേരളത്തിന്റെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തിറക്കിയിട്ടുണ്ട്. കോടതി മര്യാദയുടെ ലംഘനമാണ് എന്നുള്ളത് കൊണ്ട് അതിന്റെ തുടർ കാര്യങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും വരാൻ പോകുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടി ഒന്നൊന്നായി കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തോട് നമ്മൾ തുറന്നു പറയും. പിന്നെ വേണമെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തൃശൂർ ജില്ലയിലെ നല്ലവരായ സഖാക്കന്മാർക്ക് ഒരു വഴിയുണ്ട്. എന്താണെന്നറിയുമോ? ആലപ്പുഴയില് കായംകുളത്ത് പഴയ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ DYFIയുടെ വലിയ നേതാവ് BJPയിലേക്ക് വന്നു. ഞങ്ങൾ സ്വീകരിച്ചു, ഞങ്ങൾ മാലയിട്ടു. കള്ളന്മാരല്ലാത്ത ഏത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചെറിയ നേതാവിനും വരാം, വലിയ നേതാവിനും വരാം. അപ്പൊ ഞങ്ങൾ തീർച്ചയായിട്ടും സ്വീകരിക്കും. നമുക്ക് ഈ നാടിനെ മാറ്റണം. ഈ നാട്ടിൽ അഴിമതിക്കെതിരായ, യൂദാസുകൾക്കെതിരായ, ചക്രവ്യൂഹത്തിനകത്ത് അഭിമന്യുവിനെ സൃഷ്ടിക്കുന്നവർക്കെതിരായിട്ടുള്ള ഒരു വലിയ മൂവ്മെന്റ് നടത്താനും ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിനെ സൃഷ്ടിക്കാനും പ്രതിജ്ഞയെടുത്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന പല ആളുകളും നമ്മൾ 10 വർഷവും 20 വർഷവും 30 വർഷവും ഒക്കെ നമ്മൾ പാർട്ടിയുടെ പ്രവർത്തനത്തിന് 50 വർഷവും 60 വർഷവും പ്രവർത്തിച്ചവരൊക്കെ ഉണ്ട് ഇവിടെ, എനിക്കറിയാം. നമ്മൾ എടുത്തിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത്, നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ നിങ്ങളോടും എന്നോടും പറഞ്ഞിട്ടുള്ളത്, വന്നപ്പോ 3 മാസം കൊണ്ടോ 1 കൊല്ലം കൊണ്ടോ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ തിരിച്ചു പോകും എന്ന് ആരും കരുതണ്ട എന്ന് പറഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തോടും കോൺഗ്രസിന്റെ നേതൃത്വത്തോടുമാണ്. എങ്കിൽ ഞങ്ങൾക്കൊരു സുവർണ കോറിഡോർ അത് ഞങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ദേശീയ തലത്തിലേക്ക് അപ്പപ്പോ അറിയിക്കാനായിട്ടുള്ള പദ്ധതികളും പരിപാടികളും ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈകളിലുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ നാടിനെ മാറ്റണം. 300-ലധികം വരുന്ന പദ്ധതികൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ ജോലിക്കാരിയെ പോലെ, ജോലിക്കാരനെ പോലെ നമ്മുടെ ഓരോ പ്രവർത്തകയും പ്രവർത്തിക്കും. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾ ആളെ കൊണ്ടുവരും, ഇറക്കും. പക്ഷേ നിങ്ങളുടെ പുന്നപ്ര താമര ചിഹ്നം 1ാം സ്ഥാനം ഞാനാ മത്സരിച്ചത് ആലപ്പുഴയില്. മൊത്തത്തില് BJP ആയി. പിന്നെയോ പുന്നപ്ര മാത്രമല്ല, വയലാർ രാമവർമ്മയെ ഓർക്കാത്തവർ ആരാ ഉള്ളത്? വയലാറിൽ നമ്മൾ 1ാം സ്ഥാനം. അപ്പൊ മിസ്റ്റർ സതീശന്റെ പാർട്ടിക്കാർ വിചാരിക്കും, അയ്യോ അപ്പൊ ഞങ്ങൾ കോൺഗ്രസ് രക്ഷപ്പെട്ടു. എന്താണ്? മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മാത്രമാണ് BJPയിലേക്ക് ആളുകൾ വരുന്നതല്ല. ആലപ്പുഴയിലെ തന്നെ കണ്ടല്ലൂര് പഞ്ചായത്ത് കോൺഗ്രസ് മൃഗീയ ഭൂരിപക്ഷത്തിന് ഭരണം നടത്തിയിരുന്ന പഞ്ചായത്തില് അവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന വോട്ടുകളും താമര ചിഹ്നത്തിലേക്ക് ഒഴുകി വന്നു. ഇത് അവിടെ മാത്രമല്ല, തൃശ്ശൂർ-പേരൂരിൽ ഒരു പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒന്നും വ്യത്യാസമില്ലാതെ ഗ്യാലറിയിൽ ഇരുന്ന് കളി കണ്ടാൽ മതി എന്ന് പറഞ്ഞ ഗോവിന്ദൻ മാഷ്, അങ്ങനെ നോക്കുമ്പോ ഗോവിന്ദൻ മാഷയുടെ പാർട്ടി കേരളത്തിൽ ഈ തൃശ്ശൂർ ജില്ലയില് പരാജയപ്പെട്ടു പോയപ്പോ കുശുമ്പുള്ള ചില ആളുകളെ പോലെ മാഷ് ഇടയ്ക്കിടയ്ക്ക് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് തൃശ്ശൂർക്കാർക്ക് പറ്റിയ തെറ്റാണ് എന്ന് പറയുമ്പോ കോടിക്കണക്കിന് രൂപ തൃശ്ശൂർ-പേരൂരിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് നേടിയെടുത്ത് ഞങ്ങളുടെ MP-യും നമ്മുടെ എല്ലാവരുടെയും MP-യും മന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപി ഇവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ കണക്കുമായിട്ട് ഞങ്ങള് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപിൽ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മുന്നിൽ തൃശ്ശൂരിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങും. എന്നിട്ട് ഞങ്ങൾ പറയും, ഇതാ ഇത്ര കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ്
ഈ തൃശൂർ പേരൂരിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളിപ്പോ കാണിക്കുന്ന കലാപരിപാടി ഉണ്ടല്ലോ, വകമാറി ചെലവഴിക്കല്, അത് മറ്റൊരു യോഗത്തിൽ വിശദീകരിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വേണ്ടി കൊണ്ടുവന്ന പണം അത് നിങ്ങൾ മാറ്റുന്നുണ്ട്. സാധാരണക്കാരായിട്ടുള്ള SC ST കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊണ്ടുവന്ന പണം, അവർക്ക് ആവശ്യമായിട്ടുള്ള, അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള അലവൻസ് അത് നിങ്ങൾ കൊടുക്കുന്നില്ല. നിങ്ങൾ അത് വകമാറി ചെലവഴിക്കുന്നുണ്ട്. മോദിജി പറഞ്ഞ എന്താണെന്നറിയുമോ? മാതൃവന്ദനം പദ്ധതി, ഇന്ദ്രധനുഷ് യോജന പദ്ധതി, സുകന്യാ സമൃദ്ധി പദ്ധതി ഉൾപ്പെടെ അമ്മമാർക്ക് 180ഓളം വരുന്ന പദ്ധതിയുണ്ട്. മാധ്യമ സുഹൃത്തുക്കൾക്കുള്ള പദ്ധതിയുമുണ്ട്. എന്താണ് അത്? സ്റ്റാർട്ടപ്പ് ഇന്ത്യ. അതിലൊന്ന് കൈവയ്ക്കുക, അത് ഗൂഗിളിൽ ഒന്ന് വെരിഫൈ ചെയ്യുക. ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ലോകം ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് ശ്രീമാൻ നരേന്ദ്രമോദിക്ക് മാറ്റാൻ സാധിച്ചുവെങ്കിൽ 300-ലധികം വരുന്ന ഈ പദ്ധതികളുടെ ഇടനിലക്കാരായി പ്രവർത്തിക്കാൻ ഒരു മടിയും ഞങ്ങൾക്കില്ല എന്ന് സൂചന നൽകാൻ കൂടി ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗമാണെങ്കിൽ കൂടി മറ്റു പൊതുകാര്യങ്ങളെ കുറിച്ച് ഈ സമയത്ത് ഞാൻ സംസാരിക്കുന്നില്ല. ഈ മഴയുടെയും അതുപോലെ തന്നെയുള്ള സാഹചര്യത്തിലും ഇവിടെ മാധ്യമങ്ങളും സഹപ്രവർത്തകരും ജനാധിപത്യ വിശ്വാസികളും എത്തിച്ചേർന്നതിലും എന്റെ വാക്കുകൾ കേൾക്കാൻ അല്പം സമയം നിങ്ങൾ ചെലവഴിച്ചതിലും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരുടെയും പൊതുപ്രവർത്തനത്തിന്റെ മണിക്കൂറുകൾ നിങ്ങളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ഞാനും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വാഹനം സ്റ്റാർട്ടായി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തിരുവനന്തപുരത്ത് നിന്ന് കോൺഗ്രസുകാരൻ കയറിയിട്ടുണ്ട്. കയറി കഴിഞ്ഞാൽ പിന്നെ BJP ആവും. മാർക്സിസ്റ്റുകാരൻ ആലപ്പുഴയിൽ നിന്ന് കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് തൃശൂരിൽ നിന്ന് ആളുകൾ കയറാൻ കാത്തു നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റം കേരളത്തിലുണ്ടാകും. നിരവധി പഞ്ചായത്തുകൾ, നിരവധി മുനിസിപ്പാലിറ്റികൾ, ഈ കോർപ്പറേഷൻ, ഇതെല്ലാം തന്നെ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാനുള്ള ജനകീയ നേതാക്കന്മാരെ സൃഷ്ടിക്കുകയും ഇവിടെ ഇരിക്കുന്ന പലരും ഇപ്പൊ പരിചയപ്പെടുന്നത് എന്റെ പേര് ഇന്ന ആളാണ്, ഞാൻ ഇന്ന വ്യക്തിയാണ്, ഞാൻ കോർപ്പറേഷൻ കൗൺസിലറാണ്. വേറൊരാൾ പറയും ഞാൻ മുനിസിപ്പാലിറ്റിയിൽ ഒരു മെമ്പറാണ്. എന്നാൽ ഭാവിയിൽ പറയണം എന്താണ്? ഞാൻ മുനിസിപ്പാലിറ്റിയുടെ പ്രസിഡന്റാണ്, ജനങ്ങൾ വിജയിപ്പിച്ചെടുത്ത പ്രസിഡന്റാണ് എന്ന് പറയാൻ, ഞാൻ കോർപ്പറേഷന്റെ മേയറാണ് എന്ന് പറയാൻ, ഞാൻ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് എന്ന് പറയാൻ നിരവധിയായിട്ടുള്ള ആളുകളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് മിസ്റ്റർ ജസ്റ്റിന്റെ നേതൃത്വത്തിൽ ഈ ജില്ലയിൽ അതിദ്രുതമായിട്ടുള്ള പരിപാടികളും പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആരാണ് ശ്രീമാൻ ജസ്റ്റിൻ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. യുവമോർച്ചയിൽ 1995 ഞാൻ യുവമോർച്ചയുടെ ജില്ലാ ഉപാധ്യക്ഷയായിട്ട് പ്രവർത്തിക്കുമ്പോ ഈ തൃശൂർ ജില്ലയുടെ ഇന്നത്തെ അധ്യക്ഷനെ പേപ്പറും പെൻസിലുമായിട്ട് എവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അവിടെ കാണാം. 95 കണ്ടു, 97 കണ്ടു, 98 കണ്ടു, 2000 കണ്ടു. ഈ നിമിഷം വരെ ആര് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും ശ്രീമാൻ O രാജഗോപാൽ മത്സരിച്ചപ്പോ പെട്ടിയും കിടക്കയുമായിട്ട് ജസ്റ്റിൻ അവിടേക്ക് പോയി. എവിടെ? അരുവിക്കരയിൽ പോയി. വേറൊരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഇതൊക്കെ ഞാനും പെട്ടിയും കിടക്കയുമായിട്ട് പോകുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ചേലക്കരയിൽ ജസ്റ്റിനെ കണ്ടു. അപ്പൊ എവിടെ തെരഞ്ഞെടുപ്പുണ്ടോ അവിടെയെല്ലാം ഒരു ജില്ലാ സെക്രട്ടറി ആകണമെന്നോ സംസ്ഥാന സെക്രട്ടറി ആകണമെന്നോ ആഗ്രഹിക്കാതെ പാർട്ടിയുടെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ജില്ലാ അധ്യക്ഷൻ ശ്രീമാൻ ജസ്റ്റിനോട് എനിക്ക് പറയാനുള്ളത്, സമര പോരാട്ടങ്ങളിലൂടെ, ആ തീജ്വാലയിലൂടെ നമ്മൾ മുന്നോട്ട് പോകും. വ്യാപകമായിട്ടുള്ള സമരങ്ങൾ നമ്മൾ സൃഷ്ടിക്കും. നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങൾക്കിടയിൽ എണ്ണി എണ്ണി പറയും. മുൻ ജില്ലാ പ്രസിഡന്റ് നാഗേഷ് ഇരിക്കുന്നുണ്ട്. നാഗേഷിന്റെ ജില്ലാ പ്രസിഡന്റിന്റെ സമയം എന്ന് പറയുന്നത് എന്താണ്? 24 മണിക്കൂർ × 7 ആണ്. കാരണം ഏതൊരു പരിപാടിയും തൃശൂർ ജില്ലയിൽ വിജയിക്കും. അപ്പൊ ആരും പണിയെടുക്കാത്ത ആളുകൾ തൃശൂർ ജില്ലയിൽ ഇല്ല. നമ്മൾ സമരത്തിനും തയ്യാറാണ്. നമ്മൾ വേണ്ടി വന്നാൽ കേരള പോലീസിന്റെ ഏത് ലാത്തിക്ക് മുന്നിലും പോകാൻ തയ്യാറാണ്. ഞങ്ങൾ അതെല്ലാ സ്ഥലത്തും തെളിയിച്ചിട്ടുണ്ട്. നൂലിൽ കെട്ടിയിറക്കി വന്ന ഒരാളും ഈ കസേരയിൽ ഇരിക്കുന്നില്ല എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാരുടെ മുന്നിൽ നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ അറിയാം. അതുകൊണ്ട് ഈ മഴയ്ക്കിടയിലും ഇങ്ങനെ ഒരു പരിപാടി വെക്കാനും എനിക്ക് നിങ്ങളുടെ മുന്നിൽ വരാനും സംസാരിക്കാനും സാധിച്ചതിൽ ഹൃദയപൂർവ്വം
നന്ദി അറിയിച്ചുകൊണ്ട് മറ്റൊരു വിശദീകരണ യോഗത്തിൽ കേരള രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കാമെന്ന വാക്ക് തന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.